അയാളെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തനിലൂടെ ഗർഭിണിയാവുക ഇത് എത്ര മോശമായ കാര്യമാണെന്ന് അറിയോ? കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുന്നു. ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല മമ്മി. മിണ്ടി പോരുത്. നീ അറിയാതെ നടന്നെന്നോ? അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇക്കാര്യം ഞാനല്ല, നാളെ കോർട്ടിൽ വസുവും അഭിയും പറയും. ഡിവോഴ്സ് വേണോന്ന് ഇപ്പൊ നമ്മളല്ല പറയാൻ പോകുന്നത്, അത് അവര് തന്നെ പറഞ്ഞോളൂ. നിനക്ക് ജീവനാംശം പോയിട്ട് ഒരു പിടി മണ്ണ് പോലും കിട്ടില്ല. ഇത് എത്ര വലിയ അപമാനമാണ്. നമ്മുടെ എല്ലാ അഭിമാനവും തകരും. തലയുയർത്തി നടക്കാൻ പറ്റില്ല. പോയി ചാവുന്നതാ നല്ലത്. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. എങ്കിൽ പിന്നെ ആരുടെ കണ്ണിലും പെടാതെ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കും. നീ പോയെന്നുള്ള കാര്യം പോലും ആരും അറിയാൻ പാടില്ല. നിങ്ങളൊരു അമ്മയാണോ? എന്റെ മമ്മിയെ പോലെയാണോ സംസാരിക്കുന്നത്? ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വിവാഹമോചനം വാങ്ങി തന്ന അതിൽ നിന്ന് കിട്ടുന്ന ജീവനാംശം കൊണ്ട് നീ നന്നായിട്ട് ജീവിക്കുമെന്ന് കരുതി. ദയാതിപ്പ് ഇങ്ങനെയായി. ഞാൻ അപ്പോഴേ ആദിത്യന്റെ അടുത്ത് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞതാ. നീ കേട്ടോ? ഞാൻ ഇന്നലെ വരെ മമ്മി പറഞ്ഞതല്ലേ അനുസരിച്ചിട്ടുള്ളൂ. എന്നാ ഇപ്പോഴും ഞാൻ പറയുന്ന കേക്ക്. നിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് എഴുത്താ. ഇനി എന്റെ മുഖത്തെ നീ നോക്കണ്ട. ഇവിടെ നിന്നും പൊയ്ക്കോളൂ. നീ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ എന്റെ മാനം പോവും. ഗെറ്റ് ഔട്ട്. രാത്രിയായി. കാർത്തിക ഇതുവരെയും വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് അവൾ എടുക്കുന്നുമില്ലല്ലോ. എവിടെ പോയി കാർത്തിക? ഇതെന്ത് ഇതുവരെ വരാത്തത്? കാർത്തിക അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞല്ലോ വസു. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചു നോക്കിയതാ. അവര് ഫോൺ എടുത്തില്ല. കാർത്തിക എവിടെയായിരിക്കും പോയിരിക്കുന്നത്? കാർത്തിക ഇതുവരെ വന്നില്ലല്ലേ? ഇല്ല ഏട്ടാ, ഇതുവരെ വന്നില്ല. ഞാൻ ആദ്യത്തിന്റെ ഓഫീസിൽ നിന്നാണ് വരുന്നേ. കാർത്തിക രാവിലെ അവിടെ പോയിന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് തിരികെ പോയിന്നും അതിനുശേഷം അവളെ കണ്ടിട്ടില്ലെന്നാണ് സ്റ്റാഫ് പറയുന്നത്. എല്ലാം കഴിഞ്ഞിരിക്കും. ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടാതെ അവൾക്ക് ഒരുപാട് മനോവിഷമം കൊടുത്തു നിങ്ങൾ. അവളെ പേടിപ്പിച്ചു. ഇപ്പൊ അവൾ എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിരിക്കും. കാർത്തിക അങ്ങനെയൊന്നും ചെയ്യില്ല ഇളമേ. എന്തുകൊണ്ട് ചെയ്യില്ല? അവളുടെ അവസ്ഥയിലുള്ള ഏത് പെണ്ണായാലും നിങ്ങൾ കൊടുക്കുന്ന ടോർച്ചറിന് മരിക്കാൻ തന്നെ തയ്യാറാകും. കാർത്തികെ ഞങ്ങൾ എന്ത് ടോർച്ചർ ചെയ്തു ഇളയമേ? അവളെ ഞങ്ങൾ നന്നായിട്ടല്ലേ നോക്കുന്നത്? സ്വത്തിന്റെ പകുതി കൊടുക്കാന്ന് വരെ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അവൾ ആത്മഹത്യ ചെയ്യുന്നത്? പണപ്പിശാചാണെന്നും പറഞ്ഞ് ഒരു മുദ്ര പോലെ നിങ്ങൾ ചാർത്തിയില്ലേ? അത് സഹിക്കാൻ പറ്റാതെ അവള് പോയി ആത്മഹത്യ ചെയ്തിരിക്കും. ഇളയമ്മേ, കുറച്ചേരൊന്നും മിണ്ടായിരിക്കോ? ഏട്ടാ, വേഗം പോലീസിനെ വിളിക്ക്. കാർത്തിക മിസ്സാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാം. ആ ഇത്രയും നേരം നീ എവിടെ പോയതായിരുന്നു കാർത്തിക? നിന്നെ കാണാതായപ്പോ ഞങ്ങൾ
ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്തിനാ കാർത്തിക? സ്കാനിങ് ചെയ്യുന്നതിന് വേണ്ടി. കുഞ്ഞ് ഹെൽത്തി അല്ലേ കാർത്തിക? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ല. നിങ്ങളോട് എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താ മോളെ കാര്യം? എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബേബിക്ക് അച്ഛൻ അഖിലല്ല. എന്റെ ബേബിയുടെ ഫാദർ ആദിത്യയാണ്. എന്ത് വർത്താനാടി പറയുന്നേ? നിന്റെ ബുദ്ധി നശിച്ചു പോയോടി. നിന്റെ കുട്ടിക്ക് ഏതോ ഒരുത്തൻ എങ്ങനെ അച്ഛനാകും? എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കൺസീവ് ആയത് അഖിൽ കാരണമല്ല, ആദിത്യ കാരണമാണ്. ആദിത്യ എന്റെ ബേബിയെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. തന്റെ സ്വത്തിന്റെ പങ്ക് തരാമെന്ന് പറഞ്ഞു. എന്നോട് ഡിവോഴ്സ് വാങ്ങി ചെല്ലാൻ പറഞ്ഞു. ഞാൻ അഖിലിന്റെ ഒപ്പം ഉണ്ടാവണോ അതല്ല ആദിത്യയോടൊപ്പം പോകണോന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്താ മോളെ ഈ പറയുന്നേ? നീ തരംതാണ് പോയല്ലോ. ഒരു പെൺകുട്ടിയെ പോലെയാണോ നീ പറയുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് ബുദ്ധിഭ്രമം പിടിച്ചോടി? ബുദ്ധിഭ്രമം ഭ്രാന്തും പിടിച്ചത് ഇവൾക്കല്ലേ ഇളമ? എനിക്കാ. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാടി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എന്നിട്ട് എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാടി തോന്നിയത്? എന്റെ കൈകൊണ്ട് തന്നെ നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകൂടി. നീ ഗർഭിണി ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ വിടുക. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോവാൻ. നിനക്ക് എവിടെ പോകാൻ തോന്നോ അവിടേക്ക് പോയി തൊലേ. പോയി ചാവടി. എന്റെ കൺമുന്നിൽ നിൽക്കരുത്. ഏട്ടാ എടുത്തി ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിട. വേഗം പറഞ്ഞു വിടാൻ പ്ലീസ്. ഇത്രയും നാൾ നീ എന്തൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്രയും വലിയ തെറ്റ് ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ അനിയന് നീ ഇനി ആവശ്യമില്ല. ഇറങ്ങിപ്പോ. Get out. എത്ര വലിയ വിശ്വാസവഞ്ചനയെ കാണിച്ചത്. നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയത്തെ പോലെയാ കണ്ടത്. ഇനി എന്തിനാ അവളോട് സംസാരിക്കുന്നേ? അവളുടെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കു വസു. ഏട്ടാ പോയി അവളുടെ ബാഗ് എടുത്തോണ്ട് വരൂ. പൊയ്ക്കോ. ഇനി ഞങ്ങളുടെ മുഖത്ത് പോലെ നീ നോക്കരുത്. ഏട്ടത്തി
നീ എന്താടി ആലോചിക്കുന്നേ? ഇവിടെ പോയിന്ന് ചോദിച്ചിട്ട് എന്താ ഉത്തരം പറയാത്തത്? പറയ് കാർത്തിക. ഇപ്പൊ സത്യം പറഞ്ഞാ അതായിരിക്കും സംഭവിക്കുക. മമ്മിയെ കാണാനായിട്ട് പോയിരുന്നു. ഓ, നിങ്ങള് പറഞ്ഞ കാര്യത്തെപ്പറ്റി മമ്മിയോട് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? സമ്മതിച്ചോ? ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞോ? പറയൂ കാർത്തിക, എന്താ തീരുമാനിച്ചത്? എന്തായാലും പറഞ്ഞു കാർത്തികേ. ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. എനിക്ക് ഓക്കെയാണ് ഏട്ടത്തി. എന്റെ മമ്മിക്ക് ഓക്കെയാണ്. അപ്പോ നീ ഡിവോഴ്സിന് ചോദിക്കില്ലല്ലോ അല്ലേ? ഈ വീട്ടിൽ തന്നെ കാണില്ല നീ? എന്റെ വയറ്റില് അഖിലിന്റെ ബേബി ഉള്ളപ്പോ ഞാൻ എങ്ങോട്ട് പോവാനാണ് ഭാസ്കരേട്ടാ? അപ്പോ നീ ഇവിടെ തന്നെ കുഞ്ഞിനെ പ്രസവിക്കുമല്ലോ അല്ലേ? എന്റെ വയറ്റിലുള്ളത് അഖിലിന്റെ ബേബിയാണ്. ഈ വീട്ടിലെ അവകാശി. ഇവിടെ താമസിച്ച് കുട്ടിയെ ഞാൻ പ്രസവിക്കും. അഖിലിന് അവകാശിയെ ഞാൻ കൊടുക്കും. എന്റെ പുന്നാര മോള്, ഈ വീടിനൊരു അവകാശിയെ കൊടുക്ക്. ഈ സ്വത്തിന്റെ പാതി വാങ്ങിച്ചോ. എന്നിട്ട് അതിന്റെ പങ്ക് എനിക്ക് തന്നേക്കണം കേട്ടോ, മറക്കരുത്. നിന്നെ പോലെ തന്നെ എനിക്ക് സെറ്റിൽ ആവണ്ടേ? ആദിത്യന്റെ ഓഫീസിൽ നിന്ന് നീ ജോലി റിസൈൻ ചെയ്തല്ലോ അല്ലേ? ഇനി നീ ജോലിക്ക് വരില്ലെന്ന് പറഞ്ഞോ? ഇനി മുതല് അഖിലിന്റെ കുഞ്ഞിനെ വളർത്തുന്നതാണ് എന്റെ ജോലി. വീട്ടിൽ തന്നെ ഉണ്ടാകും, എവിടേക്കും പോകില്ല. എന്റെ അമ്മേ, വളരെ നല്ല തീരുമാനം എടുത്തിരിക്കുന്ന കാർത്തിക. ആരുടെ കീഴിലും ജോലി ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല. ഈ വീട്ടിൽ നിനക്ക് ഒരു കുറവും വരില്ല കാർത്തിക. നിന്നെ പൊന്നു പോലെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. താങ്ക്സ് കാർത്തിക, താങ്ക് യു സോ മച്ച്. അപ്പോ നാളെ കോടതിയിലേക്ക് പോകണ്ടല്ലേ? ഡിവോഴ്സിന്റെ ആവശ്യമില്ലല്ലോ. ചോദിക്കില്ല ഏട്ടത്തി. ഇന്ന് എന്നെ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് കീറി കളഞ്ഞേക്കാം. ഇപ്പം മാത്രമല്ല, ഇനി ഒരിക്കലും ഞാൻ ഡിവോഴ്സ് ചോദിക്കില്ല. ഈ വീട് വിട്ട് ഞാൻ ഒരിടത്തും പോകില്ല. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഒരു മിനിറ്റ് കാർത്തിക. നീ ശരിക്കും നിന്റെ അമ്മയെ കാണാൻ തന്നെയാണോ പോയത്? എന്താ അഭിയേട്ട ഇങ്ങനെ ചോദിക്കുന്നേ? സത്യം പറയേ കാർത്തിക, എവിടെയാ പോയെ? പ്രോമിസ് അഭിയേട്ട, ഞാൻ എന്റെ മമ്മിയെ കാണാനാ പോയത്. വേണമെങ്കിൽ എന്റെ മമ്മിയെ കോൾ ചെയ്ത് ചോദിക്ക്. അതല്ല, ഞാൻ തന്നെ വിളിച്ചു തരാം. അതൊന്നും വേണ്ട കാർത്തിക. നിനക്ക് ഡിവോഴ്സ് വേണ്ടെന്നുള്ള കാര്യം നിന്റെ അമ്മ സമ്മതിച്ചോ എന്നത് ഏട്ടനൊരു സംശയം തോന്നി, അതുകൊണ്ടാ. എന്തുകൊണ്ട് സമ്മതിക്കില്ല? അവര് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ എന്റെ മമ്മിയോട് പറഞ്ഞു. മമ്മി സന്തോഷത്തോടെ സമ്മതിച്ചു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിഞ്ഞ് എനിക്ക് പൂർണ്ണ സമ്മതം തന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു.
ദൈവമേ, ആദിത്യയുടെ ബേബിയെ അഖിലിന്റെ ബേബിയാക്കി. വലിയൊരു കള്ളമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡിവോഴ്സ് വാങ്ങാതെ ഈ വീട്ടിൽ തന്നെ താമസിച്ച് കുഞ്ഞിനെ പ്രസവിക്കാന്ന് ഞാൻ വാക്കും കൊടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവും കിട്ടില്ല. അഖിലിനെ ഉപേക്ഷിച്ച് ആദിത്യയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. മമ്മി എന്നെ സഹായിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ തന്നെ എന്നെ രക്ഷിക്കണം ദൈവമേ. സത്യം അറിഞ്ഞ എന്റെ മമ്മി പറഞ്ഞതുപോലെ സൂയിസൈഡ് ചെയ്യുന്നതല്ലാതെ ഞാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആകണം. എന്തിനാ വാതിലടച്ചിരിക്കുന്നേ? ഒന്നുമില്ല, ആ, എന്താ നിനക്കൊരു വല്ലായ്മ? തലവേദനയുണ്ട്. റെസ്റ്റ് എടുക്കാന്ന് വെച്ചപ്പോ നിങ്ങൾ വന്നു. ഡിവോഴ്സ് വാങ്ങില്ലാന്നും ഈ വീട്ടിൽ തന്നെ കഴിയാന്നും ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? ആ സന്തോഷത്തിലാണ് ഞാൻ പിറകെ വന്നത്. മൊത്തത്തില് നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് നിന്റെ ജാതകം തന്നെ മാറ്റിയെടുത്തു. അത് ആരുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞാ എന്റെ തലയിൽ എഴുത്ത് തന്നെ മാറും. നീ ജാക്ക് പോട്ട് അടിച്ചിരിക്കുക. സ്വത്തിലെ പാതിന്ന് പറഞ്ഞാ കുറച്ചെങ്ങനാണോ? കോടികളുണ്ടാകും. നീയും നിന്റെ കുഞ്ഞും ഇരുന്ന് തിന്നാലും ഒരിക്കലും അവസാനിക്കില്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിനക്കുള്ളതാ. അതെ, നിർഭാഗ്യം വയറ്റിൽ ചുമക്കുന്ന ഭാഗ്യവതിയാണ് ഞാൻ. നിനക്ക് സ്വത്ത് കിട്ടിയതിന് ശേഷം കുറഞ്ഞ പക്ഷം ഒരു 5-10 കോടിയെങ്കിലും എനിക്ക് തരണം. നിനക്കറിയാലോ, ഞാൻ കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നോളാം. ആ പണം എനിക്ക് തന്നാ നിനക്ക് പുണ്യം കിട്ടുമോളെ. സ്വത്ത് കയ്യിൽ വന്നുടനെ തരാം ആന്റി.